ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നിരാശ ഉളവാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നമുക്ക് അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതായത് നമ്മൾ ധാരാളം പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ ചെയ്തിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് പലർക്കും തോന്നാറുണ്ട്. അതായത് അവർ പറയും, അല്ലാഹുവേ, ഞാൻ നിന്നോട് ഒരുപാട് പ്രാർത്ഥിച്ചു, നിന്നിലേക്ക് ഒരുപാട് മടങ്ങി, നിന്നോട് ഒരുപാട് അടുക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്നിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല. എനിക്ക് പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, എനിക്ക് എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ മക്കൾ ശരിയാകുന്നില്ല, എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ശരിയാകുന്നില്ല, മാതാപിതാക്കളുമായിട്ടുള്ള എൻ്റെ ബന്ധം നന്നാകുന്നില്ല, സഹോദരന്മാരുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ഇങ്ങനെ എൻ്റെ ജോലി, കച്ചവടം ഇതൊക്കെ നഷ്ടത്തിലാണ്, ജോലി എനിക്ക് നല്ലത് കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിച്ചതൊന്നും എനിക്ക് ലഭിക്കുന്നില്ല, എത്രയോ കാലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആളുകൾ പ്രാർത്ഥനയുടെ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഫലം, അതിനെക്കുറിച്ച് സംശയം ഉണ്ടാകുന്നു. തൗബ സ്വീകരിക്കപ്പെട്ടോ, ഇതൊക്കെ സംശയിക്കാൻ തുടങ്ങുന്നു. ഇത് നമുക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു വലിയ തടസ്സമായിട്ട് മാറുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൽ ഖദ്റു നിലാമു തൗഹീദ് ഫമൻ വഹദല്ലാഹ വഖദ്ദബ ബിൽ ഖദ്ർ നഖദ തക്ദീബുഹു തൗഹീദുഹു. അതായത് വിധിയിലുള്ള വിശ്വാസം ആർ ഉറപ്പിക്കുന്നുവോ, അതായത് അള്ളാഹുവാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് എന്ന ബോധ്യം അതാർ ഉറപ്പിക്കുന്നുവോ അവൻ തൻ്റെ ഏകദൈവ വിശ്വാസത്തെ ദൃഢമാക്കിയിരിക്കുന്നു. എന്നാൽ ഈ വിശ്വാസമില്ലാത്തവൻ്റെ തൗഹീദ്, അതിൻ്റെ അടിത്തറ തന്നെ ഇളകിയതും അത് വഴിപിഴച്ചതുമായിരിക്കും. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനിലുള്ള തവക്കുലിനെ ശക്തിപ്പെടുത്താൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. സൂറത്ത് ആലിമ്രാനിലെ 159 ആയത്തിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധത്തിൻ്റെ അതിനിർണായകമായ ഒരു പരാജയത്തിൻ്റെ സന്ദർഭത്തെ മുസ്ലിം സമൂഹം അഭിമുഖീകരിച്ചതിന് ശേഷം ആ യുദ്ധത്തിൻ്റെ വിജയപരാജയങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹു സംസാരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, താങ്കളുടെ അനുയായികളോട് കാരുണ്യത്തോടു കൂടി വർത്തിക്കുക. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറിയത്. താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ ചുറ്റുവട്ടത്തുനിന്ന് എന്നോ പിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് താങ്കൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കുക, അവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കുക. ഒരു കാര്യം അങ്ങനെ കൂടിയാലോചിച്ച് തീരുമാനിച്ച് കഴിഞ്ഞാൽ ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ്, താങ്കളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാരണം അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഇത് ആ സന്ദർഭത്തിലുള്ള ഖുർആൻ്റെ എല്ലാ വചനങ്ങളുടെയും അള്ളാഹുവിൻ്റെ സംസാരങ്ങളുടെയും ഒക്കെ പൊരുൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണെങ്കിലും എല്ലാ സന്ദർഭങ്ങളിലും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതവുമായി നേർക്കുനേരെ അത് ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും അത് ബാധകമാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം നാം സർവവും അവനിൽ ഭരമേൽപ്പിക്കുന്നു എന്നതാണ്. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടത് അവന് ഇഷ്ടപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ തവക്കുലിൻ്റെ ഒരു പ്രകടനമാണ് നമ്മുടെ ദുആ. അതായത് നമ്മൾ സർവവും അള്ളാഹുവിലാണ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് എന്നതിൻ്റെ മാനിഫെസ്റ്റേഷനാണ്, അതിൻ്റെ ഒരു പ്രകടനമാണ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അള്ളാഹുവിനോട് ചോദിക്കണമെങ്കിൽ നമുക്ക് അവനിൽ സർവവും ഭരമേൽപ്പിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ ശക്തിയെയും അവൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷണങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നാം അവനോട് ദുആ ചെയ്യുന്നത്. അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് അർത്ഥമില്ല. ആ ദുആയെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
അതിന് കാരണമായിട്ടുള്ള തവക്കുലും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതാണ് തവക്കുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒരു അർത്ഥമെന്ന് പറയുന്നത്. രണ്ടാമതായി ഈ തവക്കുൽ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മെ അനാവശ്യ ചിന്തകളിൽ നിന്ന് മുക്തനാക്കുന്നു. അതായത് പലപ്പോഴും ആളുകൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പുറമേ നിന്ന് ആരോ നിയന്ത്രിക്കുന്നതാണ്. ഇതൊക്കെ കൈവിട്ടു പോകുന്നു. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല, അല്ലെങ്കിൽ ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും ഞാൻ ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ പരാജയപ്പെട്ടു പോകുന്നു. അപ്പോൾ അത്തരം വേളകളിൽ നമ്മൾ അസ്വസ്ഥരാകുന്നു. നമുക്ക് അള്ളാഹുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അവിടെ നമ്മുടെ ചിന്തകൾ, അത്തരം വേണ്ടാത്ത ചിന്തകൾ നമ്മളെ കീഴടക്കുന്നു. അതേസമയം ആ ചിന്തയെ നമ്മൾ ഇങ്ങനെ തിരിച്ചുവിടുക. ജീവിത സാഹചര്യങ്ങളിൽ, ഈ ഐഹിക ജീവിതത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇതിങ്ങനെ തന്നെയേ സംഭവിക്കൂ. ചിലപ്പോഴൊക്കെ നമ്മൾ എത്ര തന്നെ ദുആ ചെയ്താലും, എത്ര തന്നെ പ്രാർത്ഥിച്ചാലും, എത്ര തന്നെ പരിശ്രമിച്ചാലും, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ എത്ര നന്നാക്കാൻ നോക്കിയാലും, സമ്പാദിക്കാൻ വേണ്ടി എത്ര കഠിനമായി അധ്വാനിച്ചാലും നമുക്ക് പലപ്പോഴും എല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർക്ക് പോലും അതികഠിനമായ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഷാബു അബു താലിബ് എന്ന് പറയുന്ന താഴ്വരയിൽ 3 വർഷം തൻ്റെ പ്രവാചകനെ പട്ടിണിക്കിട്ട എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അള്ളാഹു പട്ടിണിക്കിടുക എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ ഒരു വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനെ പോലും അത്തരം അവസ്ഥകളിലൂടെ കടത്തിവിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് സംഭവിക്കുന്നത് എത്രയോ നിസ്സാരമാണ്. പലപ്പോഴും ലോകത്ത് പല വിശ്വാസികളുടെ സമൂഹങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും വളരെ നിസ്സാരമാണ്. ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം എടുത്തു നോക്കുക. ഒരു അനാഥനായിട്ട് ജനിച്ചു. തൻ്റെ എല്ലാ കൺമുന്നിൽ വെച്ച് എല്ലാ മക്കളും, ആൺമക്കളും പ്രത്യേകിച്ച് മരണപ്പെടുന്നത് കണ്ടു. ആകെ ഒരു മകൾ മാത്രമാണ് അദ്ദേഹം മരണപ്പെടുമ്പോൾ, ഇഹലോകവാസം വെടിയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിയുമ്പോൾ ബാക്കിയുണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ എത്രയോ കഠിനമായ ദാരിദ്ര്യം നിറഞ്ഞ, വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ, അത്തരം സാഹചര്യങ്ങളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വിപത്ത് ബാധിക്കുന്നു, പ്രയാസങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു ന്യായമല്ല. അത് പൂർണ്ണമായി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരാളുടെ രീതിയല്ല. ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ശരിയായി ഉൾക്കൊള്ളുകയും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അവൻ്റെ പൂർണ്ണ സവിശേഷമായ ഗുണങ്ങളോടുകൂടി മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. മൂന്നാമത്, ഒരു മുത്തവക്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക എന്നതൊരു പദവിയാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും പരലോകത്തെ പ്രതിഫലത്തിൽ ആഗ്രഹം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ഒരാളുടെ അവസ്ഥയാണത്. ഈ ദുനിയാവിൽ നമ്മൾ അള്ളാഹു ശിക്ഷിക്കുകയാണ്. ദുനിയാവിൽ ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ പരലോകത്തെ പ്രതിഫലത്തിൽ നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയില്ല. അതുകൊണ്ട് തവക്കുൽ നമുക്ക് ജീവിതത്തിൽ സമാധാനവും പരലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നൽകുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടതാണ് എന്നതിൻ്റെ അർത്ഥം അത് അള്ളാഹുവിൽ ഉള്ള ഒരു ഭരമേൽപ്പിക്കുക എന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തവക്കുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടയാളമാണ് നാം നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നമ്മൾ പൂർണ്ണമായി അവൻ്റെ ചിറകുകൾക്ക് കീഴിൽ, സംരക്ഷണമെന്ന ചിറകുകൾക്ക് കീഴിൽ ഒതുങ്ങാൻ നാം ആഗ്രഹിക്കുന്നു എന്നതാണ് തവക്കുലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം തവക്കുലിൻ്റെ 3 തലങ്ങളെ വളരെ മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് നമുക്കൊരു വക്കീൽ, ഒരു ഏജൻറ്റ്, ഇപ്പോൾ വക്കീലിൽ നിന്ന് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു അഭിഭാഷകൻ്റെ അർത്ഥമാണല്ലോ. ആ ഏജൻറ്റ്, നമ്മൾ ഫീസ് കൊടുത്തിട്ട് ഏൽപ്പിക്കുന്ന ഒരു ഏജൻറ്റ്, നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അയാൾ കേസ് തോറ്റു വന്നാൽ നമുക്ക് അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതൊരു ട്രാൻസാക്ഷനാണ്. അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ തവക്കുൽ. ആ ഒരു തവക്കുൽ പോരാ. ചില ആളുകൾ അങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് ഉത്തരം കിട്ടണം. ഞാൻ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, അതിനൊക്കെ എനിക്ക് ഈ ലോകത്ത് തന്നെ പ്രതിഫലം കിട്ടണം. അത്
ഒരു ഏജൻറ്റുമായിട്ടുള്ള നമ്മുടെ ബന്ധം പോലെയാണ്. അതാണ് ആദ്യത്തെ തലം. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഒരു കുട്ടിയും ഉമ്മയും തമ്മിലുള്ള ഒരു തലമാണ്. അതായത് ഒരു കുഞ്ഞ് തൻ്റെ ഉമ്മയെ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ തവക്കുലാക്കുക അള്ളാഹുവിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉമ്മ തന്നെ ശിക്ഷിച്ചാലും കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ആ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു. കാരണം ആ ഉമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹത്തിൽ കുട്ടിക്ക് അത്രമേൽ ഉറപ്പുണ്ട്. എൻ്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നു എന്നത് ഉറപ്പുണ്ട്. അതാണ് ഒരു രണ്ടാമത്തെ തലം. അതും തവക്കുലിൻ്റെ പൂർണ്ണമായൊരു തലമല്ല. മൂന്നാമത്തെ തലം, ഏറ്റവും ഉന്നതമായ തലം എന്ന് പറയുന്നത് ഇമാം ഇബ്നുൽ ഖയ്യിം പറയണം, ഒരു മയ്യത്ത് കഴുകുന്നവൻ്റെ മുന്നിൽ, മയ്യത്ത് കുളിപ്പിക്കുന്നവൻ്റെ മുന്നിൽ ഒരു മയ്യത്ത് എപ്രകാരമാണോ കിടക്കുന്നത് അതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി കീഴടങ്ങുക. കാരണം മയ്യത്ത് കുളിപ്പിക്കുന്നവൻ മയ്യത്തിനെ എങ്ങോട്ട് തിരിച്ചാലും മറിച്ചാലും ഒക്കെ അനുസരിക്കുകയേ ചെയ്യുള്ളൂ. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മെ ഏതൊക്കെ ദിശയിലേക്ക് തിരിച്ചാലും അത് അള്ളാഹുവിന് നമ്മളോടുള്ള വെറുപ്പ് കൊണ്ട് അല്ലെന്നും നമുക്കും നമ്മുടെ കാര്യങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു അത് ചെയ്യുന്നത് എന്ന പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ്. അഗാധമായൊരു സ്നേഹമുള്ളിടത്ത് മാത്രമേ ഈ വിശ്വാസം ഉണ്ടാവുള്ളൂ. ഈ തലത്തിലേക്ക് നമുക്ക് തവക്കുലിനെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുമായിട്ടുള്ള അഗാധമായ സ്നേഹം ഉണ്ടാവണം. അവിശ്വാസം അല്പമെങ്കിലും ഉണ്ടായാൽ ഈ സ്നേഹം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് വല്ലാഹു യുഹിബ്ബുൽ മുത്തവക്കിലീൻ എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു തീർച്ചയായും അവനിൽ ഭരമേൽപ്പിക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പൂർണ്ണമായ അർത്ഥതലം അതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും അവനിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.